ലാൽ സലാം മോഹൻലാലിൻ്റെ രാവണപ്രഭു ഇറങ്ങി 8ാം ദിനമാണ്. ഈ ഒരു വെള്ളിയാഴ്ച സിനിമ എങ്ങനെ പോകുന്നു? കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകകൂടെ ചെയ്യുകയാണ്. ഇവിടെ 49ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകൾ പുറത്തു വരുന്നു. 4,12,600 രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായി ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. 20% ഇന്ന് സിനിമയ്ക്കുള്ള ഒക്യുപ്പൻസി. ഒരുപാട് റിലീസ് വന്നതോടുകൂടി തന്നെ തിയേറ്ററുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഒക്യുപ്പൻസി നല്ല ലെവലിൽ കൂടുകയും ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് ഇന്ന് അല്ലെങ്കിൽ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷനും ഒപ്പം കേരള കളക്ഷൻ്റെയും ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ നേടിയിരിക്കുന്നത് 3,20,00,000 രൂപയാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇന്നലെ വരെ നേടിയ 7 ദിവസത്തെ കളക്ഷനായി 3,95,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നത്തോടെ 4 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതും അതേപോലെ തന്നെ മലയാളത്തിൽ സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. റീ റിലീസ് ചരിത്രങ്ങളിൽ ഏറ്റവും വിപ്ലവം സൃഷ്ടിക്കുകയാണ് മോഹൻലാൽ. കഴിഞ്ഞ 5 സിനിമകളും ഒന്നിനൊന്നിനെ മെച്ചമായി മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു സിനിമ ഇവിടെയുള്ള എല്ലാ സിനിമകളുടെയും മുകളിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം 164 ഷോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 9,89,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നത്. 6,300ഓളം ടിക്കറ്റുകളാണ് വ്യാഴാഴ്ച വിറ്റുപോയത്. ശനി ഞായർ ദിനങ്ങളിലാണ് നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ശനി ഞായറിൽ സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള കളക്ഷൻ വരുമെന്നുള്ളതാണ്. ഏറെക്കുറെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും രാവണപ്രഭു അന്യ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളിലും കൂടുതൽ ആയിട്ടുള്ള ഷോകൾ ആഡ് ചെയ്യപ്പെടുന്നു. അതേപോലെ പല സ്ഥലങ്ങളിലും പുതിയ റിലീസുകളും വരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് അവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ അമ്മാതിരി ഒരു തൂക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു സിനിമ നിൽക്കുന്നത്. അതെ, ഇവിടെ കണ്ടന്റ് അല്ല കിങ്, മോഹൻലാൽ തന്നെയാണ് കിങ് എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ്. അതായത് എത്ര നല്ല കഥയാണെങ്കിലും എത്ര കാര്യങ്ങളാണെങ്കിലും മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊന്നാണ് എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന സിനിമയാണ്. രാവണപ്രഭു അത്ര മികച്ച സിനിമയായിട്ട് ആരും തന്നെ പറയാറില്ല. പക്ഷേ ഇതിലും മികച്ച സിനിമകൾ ഉണ്ടെന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു സിനിമ ഇത്രയും ആർമാദിക്കണമെങ്കിൽ, ആളുകൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, 2000 മുമ്പ് ഇറങ്ങിയ ഈ ഒരു ചിത്രം ഇന്നും ഇങ്ങനെ എത്തണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, മോഹൻലാൽ. വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്ത് തരണം.